നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷം എന്ന് പറയുന്നത് കേരള വ്യാപാരി വ്യവസായി സംരക്ഷണ സമിതിയുടെ സന്ദേശ ജാഥയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുണ്ട്ര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വാഹനത്തിൽ ഞങ്ങൾ പുത്തൂരിലേക്ക് യാത്ര പുറപ്പെടാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വാഹനം പുത്തൂരെത്തിയിരിക്കുകയാണ്. വ്യാപാരി വ്യവസായ സമിതി വ്യാപാര സംരക്ഷണ ജാഥ കേരളത്തിൻ്റെ വടക്കേറ്റം മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന വ്യാപാര സംരക്ഷണ ജാഥ കൊല്ലം ജില്ലയിലെ പല ഭാഗങ്ങളിൽ അത് എത്തിച്ചേരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുണ്ട്ര ഏരിയയും നെടുവത്തൂർ ഏരിയയും കൂടി പുത്തൂർ വെച്ച് ഈ ജാഥയെ സ്വീകരിക്കുകയാണ്. ഈ ജാഥയുടെ സ്വീകരണ സമ്മേളനം നടക്കുന്നത് പുത്തൂരാണ്. പുത്തൂർ കുണ്ട്രയിലെയും നെടുവത്തൂരിലെയും എല്ലാ വ്യാപാരികളും എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ജാഥയുടെ സ്വീകരണത്തിനായിട്ട് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. സ്വീകരിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളെയും ബഹുജനങ്ങളെയും ഞങ്ങൾ ഈ സുഹൃത്തുക്കളോടും ഈ കസേരകളിലേക്ക് കടന്നിരിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വ്യാപാരി വ്യവസായി സമിതി കേരളത്തിലെ ചെറുകിട വ്യാപാരികളുടെ ഏറ്റവും സുസംഘടിതമായ വ്യാപാര പ്രസ്ഥാനം സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഈ സംഘാടക സമിതിയുടെ കൺവീനറായിട്ടുള്ള ആർ പ്രസന്നനെ ക്ഷണിക്കുകയാണ്. ഈ ജാഥയുടെ ക്യാപ്റ്റൻ നമ്മുടെ പ്രിയപ്പെട്ട വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന അമരക്കാരൻ ശ്രീ ES ബിജു സംഘാടക സമിതിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. സംഘാടക സമിതിക്ക് വേണ്ടി ശ്രീ B ഗോപിനാഥ് അവരെ ജാഥ മാനേജർ ശ്രീ S ദിനേശ് സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്.
ജാഥാംഗങ്ങളായിട്ടുള്ള സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ഈ ശ്രീ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുക. ശ്രീ മിൽട്ടൺ ജെ തലക്കൊട്ടൂർ സംഘടനയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ്. സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. നമ്മുടെ ജില്ലയിലെ ശ്രീകുമാർ, ശശികുമാർ, ശ്രീ കോട്ടക്കൽ രാജപ്രസാദ് എന്നിവരെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. അതേപോലെ തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന ജില്ലകളുണ്ട്, എല്ലാവരെയും പേരെടുത്ത് സൂചിപ്പിച്ച് ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതേപോലെ തന്നെ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ശ്രീ അജയകുമാർ, ശ്രീ നന്ദൻ, കുണ്ട്ര ഏരിയ സെക്രട്ടറി ശ്രീ സുരേഷ്, അതുപോലെ തന്നെ നമ്മുടെ ജാഥാ അംഗങ്ങളായിട്ടുള്ള KM ലെനിൻ, B പാപ്പച്ചൻ, MP അബ്ദുൽ ഗഫൂർ, മിൽട്ടൺ ജെ തലക്കട്ടൂർ, R രാധാകൃഷ്ണൻ, സീനത്ത് ഇസ്മയിൽ, പ്രസ്ഥാനത്തിന്റെ കുണ്ട്രയുടെ ഏരിയ അധ്യക്ഷൻ, സമിതിയുടെ ജില്ലാ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ പ്രണബ് വിജയൻ, ഈ വേദിയിൽ എന്നോടൊപ്പം ജാഥയിലെ സ്ഥിരാംഗങ്ങളായി പങ്കെടുക്കുന്ന ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ, സമിതിയുടെ സംസ്ഥാന ശ്രീ അനില ഉൾപ്പെടെ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ളവരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിലുള്ളൊരു വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ നടത്താൻ തീരുമാനിച്ചത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കഴിഞ്ഞ 13-ാം തീയതി സപ്തഭാഷകളുടെ സങ്കരഭൂമിയായിട്ടുള്ള കാസർഗോഡ് നിന്ന് സമിതിയുടെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VKC മുഹമ്മദ് കോയ XMLA ആണ് ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഈ പുത്തൂർ ഉൾപ്പെടെ 80 വ്യാപാര കേന്ദ്രത്തിലൂടെ ഈ ജാഥ കടന്നുപോയി നാളെ വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ ജാഥയുടെ സമാപനം നടക്കും. സമാപന സമ്മേളനം മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ TP രാമകൃഷ്ണൻ MLA ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ജാഥയിൽ വളരെ പ്രധാനപ്പെട്ട കാലികമായ ചില വ്യാപാര പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ഈ വ്യാപാര പ്രശ്നങ്ങൾ ഞങ്ങൾ ഉയർത്തുമ്പോൾ അത് കേവലം വ്യാപാരികളുടെയോ ചെറുകിട വ്യവസായികളുടെയോ മാത്രം പ്രശ്നമല്ല, ഈ നാടിൻ്റെ പൊതു പ്രശ്നമാണ്. ഈ നാടിൻ്റെ പൊതു പ്രശ്നമായി നമ്മുടെ സമൂഹം ആ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തതുകൊണ്ടാണ് ഈ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ അഭൂതപൂർവമായിട്ടുള്ള പിന്തുണയും സഹായവും ഞങ്ങൾക്ക് ലഭിക്കുന്നത്. വ്യാപാരികൾ മാത്രമല്ല ജാഥയെ സ്വീകരിക്കാൻ വരുന്നത്. ഈ ജാഥയെ സ്വീകരിക്കാൻ നാട്ടിലെ ചുമട്ടുതൊഴിലാളികൾ വരികയാണ്, ഓട്ടോറിക്ഷ തൊഴിലാളികൾ വരികയാണ്, കൃഷിക്കാർ വരികയാണ്, കർഷക തൊഴിലാളി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ വരികയാണ്, വിദ്യാർത്ഥികളും മഹിളകളും ഈ ജാഥയെ സ്വീകരിക്കാൻ വരികയാണ്. ഇന്നലെ വരെ ഈ വ്യാപാര സംഘടനയുമായി പുലബന്ധം പോലും പുലർത്താത്ത വ്യാപാരികൾ ഞങ്ങളുടെ വേദിയിലെത്തി ഈ ജാഥയെ സ്വീകരിക്കുന്നു, ഈ ജാഥയെ അനുധാവനം ചെയ്യുന്നു. ഇതാണ് കാസർഗോഡ് മുതൽ ഈ പുത്തൂര് വരെയുള്ള വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവം. ഓരോ കേന്ദ്രങ്ങളിലെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. ഈ ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കുവാൻ സുരേഷ് സ്നേഹോഷ്മളമായിട്ടുള്ള സ്വീകരണത്തിന് ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഭാരവാഹിയായിട്ടുള്ള രാജപ്പൻ കോട്ടക്കൽ ക്ഷണിക്കുകയാണ്. വ്യാപാരി വ്യവസായ സമിതിയുടെ സന്ദേശയാത്രയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ സ്വീകരണ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.